പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും റോസാ മിസ്റ്റിക്ക കുടുംബത്തിലേക്ക് സ്വാഗതം. ഹോശാന ഞായർ കഴിഞ്ഞു. നമ്മൾ ഈശോയുടെ പീഡകളും സഹനങ്ങളും ധ്യാനിക്കുന്ന ഈ ദിവസങ്ങൾ നമുക്ക് നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്താണ്? ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആരാണ്? പ്രിയപ്പെട്ടവരെ, ഞാനെപ്പോഴും എല്ലാ ഞായറാഴ്ചകളിലും കാണുന്ന ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ, അവർ ശത്രുതയിലായിട്ട് ഒരുപാട് കാലങ്ങളായി. സഹോദരങ്ങൾ വരുന്നത് ഒരേ ദേവാലയത്തിൽ, ഒരേ വിശുദ്ധ കുർബാനയ്ക്ക്. അവിടെ രാവിലത്തെ ഒരു കുർബാന മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ എല്ലാ ഞായറാഴ്ചയും പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും. കുർബാന സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ സഹോദരിമാർ തമ്മിൽ കാണും. അന്നേരം അവർ ശത്രുക്കളെ പോലെ മുഖം തിരിച്ച് ഈശോയെ സ്വീകരിക്കാനായിട്ട് കടന്നു പോകും. ഇവർ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശത്രുത അവസാനിപ്പിക്കാം, അഹങ്കാരം വിട്ടുകളയാം. നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ ശത്രുത. ഞാൻ എൻ്റെ ഒരു ജീവിത അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ. 18 വയസ്സിലെ തന്നെ അച്ചാച്ചൻ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഭർത്താവായിട്ട് വന്ന മനുഷ്യനാണെങ്കിൽ ആ പിടിച്ചീട്ടുകളെയും മദ്യപാനവും എല്ലാ സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് ചെന്ന കുടുംബം, അപ്പനും മദ്യപാനി. രാത്രിയാകുമ്പോൾ അമ്മേനെ വിളിച്ച് പറമ്പിൽ പോയി ഇരുട്ടത്ത് പതുങ്ങിയിരിക്കും. അപ്പൻ വെട്ടുകത്തിയുമായിട്ട് വീടിന് ചുറ്റും ഞങ്ങളെ അന്വേഷിച്ച് നടക്കും. കുറേ നടന്നിട്ട് ഞങ്ങളെ കാണുന്നില്ല എന്ന് അപ്പൻ മനസ്സിലാക്കുമ്പോൾ കയറിപ്പോയി കിടന്നുറങ്ങും. അപ്പൻ ഉറങ്ങിക്കഴിഞ്ഞെന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങളും വീട്ടിലോട്ട് കയറിപ്പോകും. അപ്പൻ അങ്ങനെ. അമ്മയാണെങ്കിലോ ശരിക്കും അമ്മായിയമ്മ പോരെ. ഒത്തിരി വേദന ഞാൻ സഹിച്ചിട്ടുണ്ട്, ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അടിയും ഇടിയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞു, മോളെ നീ എന്നോട് ക്ഷമിക്കണേന്ന്. അപ്പച്ചനും മരിച്ചു. അന്ന് എന്നും എനിക്ക് ആരോടും വെറുപ്പില്ല. എൻ്റെ വേദനകളൊക്കെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലോട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരോടും സ്നേഹത്തിലായിരിക്കാം. നമ്മുടെ ഹൃദയത്തിലെ വെറുപ്പുകളൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ നീക്കിക്കളയാം. നമ്മുടെ കർത്താവ്, ഉയർത്തെഴുന്നേൽക്കുന്ന നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമ്മുടെ ഹൃദയഭാരങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് മനസ്സ് തുറന്ന് ദാഹിക്കാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചാൽ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും എന്ന് 100% എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. നമ്മൾ വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായത്തിനെത്തും. മറ്റുള്ളവരെ നമുക്ക് പറ്റുന്നത് പോലൊക്കെ സഹായിക്കാം. അവരിൽ നിന്ന് നമ്മളൊന്നും തിരിച്ചു പ്രതീക്ഷിക്കേണ്ട. പറ്റുന്ന പോലൊക്കെ അവർ നമ്മളെ ദ്രോഹിക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ട് ഒരു നേരം നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് വരികില്ലേ, പിന്നെ അവരും മുഖം തിരിച്ചു പോകും. നമുക്കതൊന്നും ഓർക്കണ്ട. നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിന് മുൻപിൽ പൂർണ്ണമായും അടിയറവയ്ക്കാം. നമുക്ക് പ്രാർത്ഥനയുടെ അരുവിയിലൂടെ മുൻപോട്ട് പോകാം. ഒരുങ്ങിയിരിക്കാം മക്കളെ, നമുക്ക് ഒരുങ്ങിയിരിക്കാം. അവൻ എപ്പോഴാണ് നമ്മെ കൊണ്ടുപോകാൻ വരുന്നതെന്ന് അറിയില്ലല്ലോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.